എല്ലാവർക്കും നമസ്കാരം. റിവേഴ്സ് സൈക്കോളജിയിലൂടെ എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളത് അതുപോലെ പറയിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യാത്ത ഒരു കാര്യം അവരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ റിവേഴ്സ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. അവരെ കൊണ്ട് നമ്മൾ പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അവരിൽ ആ റിവേഴ്സ് സൈക്കോളജി പ്രാവർത്തികമാകുക. നമ്മൾ എപ്പോഴും നിങ്ങളെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ നിനക്കതിന് കഴിയില്ല എന്നുള്ളൊരു വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴാണ് അവരിൽ ആ കാര്യം പ്രാവർത്തികമാകുക. ഇപ്പോൾ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്കതിൽ കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ എങ്കിലും നമ്മൾ മറ്റുള്ളവരോട് ഒന്നുകൂടെ ചോദിക്കും, അവരെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കും, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ, എനിക്ക് ചേരുന്നുണ്ടോ, ഞാനിട്ടിട്ട് നല്ല ലുക്കില്ലേ എന്നൊക്കെ നമ്മൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, ഈ ഡ്രസ്സ് അത്ര പോരാ, ഇതിന് മുൻപ് നീ ഇട്ടിരുന്ന ആ ഡ്രസ്സാണ് നിനക്ക് കൂടുതൽ മാച്ചായിട്ടിരിക്കുന്നത്, അതാണ് നല്ലതെന്ന് പറയും. അതിന് പകരം നമ്മൾ അവരോട് ചോദിക്കുകയാണ്, ഞാൻ ഇതിന് മുൻപിട്ട ആ ഡ്രസ്സാണോ ഈ ഡ്രസ്സാണോ കുറച്ചും കൂടെ നല്ലത്, എനിക്ക് ആ ഡ്രസ്സാണ് എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത്, ഇതിട്ടിട്ട് അത്ര പോരല്ലേ, ഞാൻ ഇതിടുമ്പോൾ അത്ര ലുക്കില്ലല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പറയുന്നത് എന്തായിരിക്കും, നിനക്ക് ആ ഡ്രസ്സിനേക്കാളും മാച്ച് ഈ ഡ്രസ്സാണെന്നാണ് അവർ തീർച്ചയായിട്ടും പറയുക. ഇതിട്ടിട്ട് കുഴപ്പമില്ലല്ലോ, നല്ല ലുക്കുണ്ടല്ലോ എന്നൊക്കെ അവർ തീർച്ചയായിട്ടും പറയും. കൂടുതൽ ആളുകളും പറയാൻ ചാൻസ് ഉള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവരെ അങ്ങനെ പറയിപ്പിക്കുന്നത്. നമ്മൾ ഇത് എനിക്ക് കുഴപ്പമുണ്ടല്ലേ, അല്ലെങ്കിൽ എനിക്കിത് മാച്ചല്ലല്ലേ, എനിക്കിത് ചേരില്ലല്ലേ എന്നുള്ള ആ ഒരു ചോദ്യമാണ് അവരിൽ റിവേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയും തീർച്ചയായിട്ടും അവരുടെ മെൻറ്റാലിറ്റി ഇത് കുഴപ്പമില്ലല്ലോ എന്ന് പറയാനാണ് സാധ്യത കൂടുതലും. മറ്റേ നമ്മൾ ഇതെനിക്ക് നല്ല ഭംഗിയുണ്ടല്ലേ, ഇതെനിക്ക് നല്ല മാച്ചാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവർ പറയും നിനക്ക് അതായിരുന്നു മാച്ച്, ഇന്നിട്ട ഡ്രസ്സല്ല ഇതിന് മുൻപിട്ട ആ ഡ്രസ്സായിരുന്നു നിനക്ക് ഏറ്റവും മാച്ച് എന്നുള്ളത് പറയാനുള്ള ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ അവരെന്തെങ്കിലും ചെയ്യണം, ഇപ്പോൾ പഠിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട കാര്യമൊക്കെ ആണെങ്കിൽ അവരിൽ നമുക്ക് ഈ റിവേഴ്സ് സൈക്കോളജി പ്രയോഗിക്കാം. അവരോട് പറയാം, നീ ഇത് എപ്പോൾ എഴുതി തീരും, നമുക്ക് ഇന്നൊരു സ്ഥലത്ത് പോകാനുള്ളതല്ലേ, നമുക്ക് എനിക്ക് ഷോപ്പിങ്ങിന് പോകണ്ടേ, നീ എപ്പോൾ എഴുതി തീരും, ഇന്നിപ്പോൾ എഴുതി തീർന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിനൊന്നും പോകാൻ പറ്റില്ല, നമുക്ക് പുറത്ത് പോകാനൊന്നും പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് അവരുടെ മനസ്സിൽ ഈ റിവേഴ്സ് സൈക്കോളജി പ്രവർത്തിക്കും. കാരണം നമ്മൾ അവരോട് പറയണേ, നീ ഇപ്പോൾ ഇതൊന്നും ചെയ്ത് തീർന്നിട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല എന്നല്ലേ നമ്മൾ പറയണത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളിലുള്ള ആ ഒരു ബുദ്ധി അനുസരിച്ച് അവർ പ്രത്യേകിച്ച് അവർ പെട്ടെന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഞാനിത് പെട്ടെന്ന് ചെയ്ത് തീർക്കല്ലോ, എന്നിട്ട് നമുക്ക് വേഗം ഉടനെ പോകാമല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കഴിയില്ല എന്ന് പറയുന്ന സംഭവമാണ് അവർ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് തീർത്തിട്ട് പോവാമെന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ ഒരു സ്വഭാവം അവരിൽ വരികയാണ്. അപ്പോൾ അതാണ് റിവേഴ്സ് സൈക്കോളജീൻ്റെ പ്രത്യേകത. അങ്ങനെ ഏത് കാര്യത്തിലും നമുക്ക് ആ ഒരു സൈക്കോളജി ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ കുട്ടികളൊന്നും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും, നീ ഇത് ഇന്നിപ്പോൾ പെട്ടെന്ന് കഴിച്ച് തീർക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സംഭവം കൂടി നമ്മൾ കൊടുക്കാം എന്ന് പറയുകയാണെങ്കിൽ അവർ ഇത് കഴിച്ചെങ്കിൽ അല്ലേ ഇപ്പോൾ അത് എടുത്തിട്ട് തരാൻ പറ്റുള്ളൂ, നീ ഇത് പെട്ടെന്ന് കഴിച്ച് തീർക്കുകയാണെങ്കിൽ അതും കൂടെ എടുത്ത് നിനക്ക് തരായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും ഇത് ഞാനിപ്പോൾ കഴിച്ച് തീർക്കും എന്നുള്ള ഒരു കാര്യം തന്നെയായിരിക്കും കുട്ടികൾ പറയുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് റിവേഴ്സ് സൈക്കോളജിയിലൂടെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും. ഒരുവിധം എല്ലാ കാര്യത്തിലും ഈ റിവേഴ്സ് സൈക്കോളജി പ്രാവർത്തികമാണ്. പിന്നെ അതുപോലെ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ പുറം ജോലികളാണെങ്കിലും എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവരോട് നമ്മൾ പറയാം, വല്ല കോംപ്ലിമെൻ്റൊക്കെ പറയുകയാണ്, നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ ഉദ്ദേശിച്ചിരുന്നു, ആ ഒരു സംഭവം നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കുറച്ച് കൂടുതൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കാമെന്നുള്ള ആ ഒരു വാഗ്ദാനം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഞാൻ ഇത്രയും പെട്ടെന്ന് തീർക്കല്ലോ, ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ ഇത് തീർത്തോളാം എന്നൊക്കെ അവർ തീർച്ചയായിട്ടും പറയും. അപ്പോൾ അവർ ആ കോംപ്ലിമെൻറ്റിനെ കുറിച്ചിട്ടും നിങ്ങളെ കൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എന്നാണ് നമ്മൾ പറയുന്നത്, നിങ്ങളെ കൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇളവതിൽ പ്രതീക്ഷിക്കായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും അവർ ആ ഒരു സമയപരിധിക്കുള്ളിൽ ആ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കും. ഇത് മനസ്സിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇത് നമുക്ക് ഏത് അവസരത്തിലും പ്രയോഗിക്കാവുന്നതാണ്. ഒരാൾ ചെയ്യാത്ത അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യം സാധ്യമാക്കി എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സൈക്കോളജി ആണിത്.
അല്ലെങ്കിൽ അവരുടെ മൈൻഡിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആരെക്കൊണ്ടും അല്ലെങ്കിൽ ഇനി നമുക്ക് തന്നെ ആണെങ്കിലും കൂടിയിട്ട് നമ്മുടെ മനസ്സിനെ ഈ ഒരു റിവേഴ്സ് സൈക്കോളജി വഴി നമുക്ക് തിരുത്തിയെടുക്കാൻ സാധിക്കും. നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുന്നോ അവിടെ നിന്ന് നമ്മൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു മൈൻഡിലേക്ക് എത്തുകയാണ്. വളരെ മടിയോട് കൂടിയിരിക്കുന്ന ആൾക്കാരിലും ഇത് ഏറ്റവും ഫലവത്താണ്. കാരണം അവരാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ട ആൾക്കാരും. മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരെ നമുക്ക് മടിയിൽ നിന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റിവേഴ്സ് സൈക്കോളജി പ്രയോഗിക്കാം. അവരോട് പറയാണ്, നിന്റെ ഈ മടിയാണ് എല്ലാത്തിനും കാരണം. നിനക്ക് മടിയില്ലായിരുന്നെങ്കിൽ നീ അങ്ങനെ ആയേനെ ഇങ്ങനെ ആയേനെ എന്നൊക്കെ നമ്മൾ അവരടുത്ത് പറയുകയാണെങ്കിൽ, നിനക്ക് മടിയില്ലെങ്കിൽ നിനക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിച്ചേനെ, നീ ഒരു മടിയനായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്നൊക്കെയുള്ള ടോക്ക് അവരടുത്ത് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മാറാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇത് റിവേഴ്സ് സൈക്കോളജീൻ്റെ ഒരു പ്രത്യേകതയാണ്. ആരെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയുന്നുവോ അവർ അത് സാധിച്ച് എടുക്കുന്ന ഒരു കാര്യമാണ് ഇതുകൊണ്ട് സാധ്യമാവുന്നത്. പലർക്കും പലതിനോടും മടിയാണ്, അല്ലെങ്കിൽ അവർ സാവകാശമാണ്. ഇപ്പം ജോലിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്. ചിലർ സാവകാശം ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരിലൊക്കെ ഇത് നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ഈ ജോലി തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ തരാൻ ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫർ നഷ്ടമാവുമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴാണ് അവർ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ആയിട്ട് പെട്ടെന്ന് ആ ജോലികളൊക്കെ തീർക്കാൻ സജ്ജരാവുന്നത്. ഇപ്പോൾ നമ്മളൊരു കടയിൽ ചെല്ലുകയാണ്. ഇത് പലപ്പോഴും ബിസിനസ്സിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷോപ്പിൽ ചെല്ലുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ സെയിൽസ്മാൻ ഏറ്റവും ടോപ്പായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ ആവശ്യപ്പെട്ട ഏത് സാധനമാണെങ്കിലും അതിൻ്റെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള വസ്തുവായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ചോദിച്ച ആ ഒരു ബ്രാൻഡിൻ്റെ ഏറ്റവും കൂടുതൽ വിലയുള്ള സംഭവമാവും നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെയും അതിൻ്റെ വില കുറഞ്ഞ പിന്നെയും ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ നമ്മളോട് തീർച്ചയായിട്ടും കൂടുതൽ വിലയുള്ള ഈ സംഭവം കാണിച്ചു തന്നിട്ട് വരും, സാറിനെ കൊണ്ട് ഇത് വാങ്ങിക്കാൻ ഇപ്പോൾ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല, സാറിൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സംഭവം ഞാൻ വേറെ കാണിച്ചു തരാം, മാഡത്തിനെ കൊണ്ട് ഇപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അപ്പോൾ മാഡത്തിൻ്റെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളുന്ന സാധനം ഞാൻ വേറെ കാണിച്ചു തരാം, മാഡം ഇങ്ങോട്ട് വരും, ഇവിടെ നോക്കൂ, ഇതാണ് മാഡത്തിൻ്റെ ബഡ്ജറ്റിന് പറ്റുന്ന സാധനം, അല്ലെങ്കിൽ മാഡത്തിനെ കൊണ്ട് സാധിക്കുന്ന കാര്യം ഇതായിരിക്കും, ഇത് മാഡം വന്ന് നോക്കൂ, അല്ലെങ്കിൽ സാറ് വന്ന് നോക്കൂ എന്നൊക്കെ പലപ്പോഴും സെയിൽസ്മാൻമാർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും. ഇത് ബിസിനസ്സിൽ ഏറ്റവും വർക്കൗട്ട് ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ഈഗോ വർക്ക് ചെയ്യാണ്. എന്താ എന്നെ കൊണ്ട് ഇത് വാങ്ങിക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് ഇയാളാണോ തീരുമാനിക്കാൻ, എൻ്റെ കയ്യിലെ ക്യാഷിൻ്റെ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ, എന്താ ഇയാളാണോ ഇത്ര ആ ചീപ്പ് റേറ്റിൻ്റെ സാധനം എന്നെ കൊണ്ട് എടുപ്പിക്കാൻ, ഇയാളാരാണ് എന്നൊക്കെ ഉള്ള ഒരു ഈഗോ നമ്മുടെ മനസ്സിൽ വർക്കൗട്ടായിട്ട് നമ്മൾ ആ ഏറ്റവും വില കൂടിയ സാധനം തന്നെയായിരിക്കും നമ്മൾ പിന്നെ വാങ്ങിയിട്ട് പോരുന്നുണ്ടാവുക. പിന്നെ അയാൾ പറയുന്നത് ഇതിനും ഇത്ര ഗുണമൊക്കെ തന്നെയുള്ളൂ, പക്ഷേ ഇതിന് വില ഇത്തിരി കുറവാണെങ്കിലും സാറിനെ കൊണ്ട് ഇതാണ് വാങ്ങിക്കാൻ പറ്റുക, അല്ലെങ്കിൽ മാഡത്തിന് ഇതാണ് വാങ്ങാൻ പറ്റുക എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളടുത്ത് പറയുക. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ഈഗോ തീർച്ചയായിട്ടും വർക്കൗട്ടാവും. എന്താ എനിക്ക് ഈ സാധനമേ പറ്റുള്ളൂ എന്ന് ഇയാളാണോ തീരുമാനിക്കാൻ എന്നുള്ളതൊക്കെ നമ്മളുടെ മനസ്സിൽ ഒരു ചിന്ത വരികയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ടോപ്പ് വിലയിൽ നിൽക്കുന്ന ആ സംഭവം തന്നെ എടുത്തിട്ടാണ് നമ്മൾ പോരുള്ളൂ. അങ്ങനെ അവർ മനുഷ്യൻ്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ റിവേഴ്സ് സൈക്കോളജിയിൽ കൂടെ നടപ്പാക്കാൻ സാധിക്കും എന്നുള്ളത് ബിസിനസ്സിലൊക്കെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പലരും അതാണ് ആദ്യം പോയി നോക്കിയ സംഭവം തന്നെ പിന്നീട് പോയി വാങ്ങിക്കുന്നതിൻ്റെ കാര്യം എങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയായിരിക്കും. ആദ്യമൊക്കെ നമ്മൾ കുറേ നോക്കി വയ്ക്കും, ഇത് ഇഷ്ടപ്പെട്ടു ഇനി എങ്ങനെ എടുക്കും, അപ്പോൾ പറയും ഇങ്ങനെ. അവർ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് തന്നെയാണ് അവർ അധികം ബിസിനസ്സിലൊക്കെ ഉപയോഗിച്ച് കാണാറുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും. കടയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. പിന്നെ അവരതിൻ്റെ മോശം കാര്യങ്ങളായിരിക്കും നമ്മളോട്, പിന്നെ നമ്മൾ ആ ചീപ്പ് റേറ്റിൻ്റെ സാധനങ്ങൾ നമ്മളെ കാണിക്കുകയും ചെയ്യും, അതിൻ്റെ മോശം വശങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ ടോപ്പായിട്ടുള്ള സംഭവം തന്നെയാണ് വാങ്ങിക്കുള്ളൂ. കാരണം അതിൻ്റെ സാറിനെ കൊണ്ട് ഇതേ പറ്റുള്ളൂ എന്നും പറയുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ആ ഒരു ചീപ്പ് റേറ്റിലുള്ള വസ്തുവിൻ്റെ മോശം
ഗുണങ്ങളെക്കുറിച്ച് അവർ പറയും ചെയ്യും. ഇത്ര പെട്ടെന്ന് കേടുവരും, അല്ലെങ്കിൽ ഇതിന് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര വാറണ്ടി ഉള്ളൂ, ഇത്ര ഗ്യാരണ്ടി ഉള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ നമ്മളിലുള്ള ഈഗോ വർക്കൗട്ടായിട്ട് ഈ റിവേഴ്സ് സൈക്കോളജിയാണ് അവരവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ ആ ഏറ്റവും ടോപ്പ് മൂല്യമുള്ള ആ സംഭവം തന്നെ നമ്മൾ വാങ്ങി പോരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒരുവിധം ആൾക്കാരും അങ്ങനെ തന്നെയാണ്. വളരെ റയറായിട്ട് മാത്രമാണ്, ചില ആൾക്കാർ മാത്രമാണ് ഇതെന്നൊക്കെ വ്യത്യസ്തരായിട്ടുണ്ടാവുള്ളൂ. മിക്കവാറും എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ റിവേഴ്സ് സൈക്കോളജി ഉപയോഗപ്പെടുത്താവുന്ന പല പല മേഖലകളുണ്ട്. ഇത് മനുഷ്യ മനസ്സിൻ്റെ ഒരു സ്വാധീനമാണ്, മനുഷ്യനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മളിലിപ്പോൾ നമ്മളോട് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ റിവേഴ്സ് സൈക്കോളജി വഴി പ്രാവർത്തികമാവുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പല കാര്യങ്ങളും നമ്മൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെയല്ല, ഇപ്പം നമ്മൾ ഏറ്റവും മൂല്യം കുറഞ്ഞ വസ്തു കണ്ടിട്ടും നമ്മൾ ആ മൂല്യം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ വസ്തു കണ്ടിട്ട് പോലും നമ്മൾ അത് വാങ്ങിക്കാതെ ഏറ്റവും വില കൂടിയ സാധനം തന്നെ വാങ്ങിക്കാൻ നമ്മളെ മൈൻഡ് സജ്ജമായത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിവേഴ്സ് സൈക്കോളജി വഴി നടപ്പാക്കാൻ സാധിക്കും. എന്ത് നമ്മൾ മറ്റുള്ളവരോട് നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നിടത്താണ് ആ സൈക്കോളജി വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ അവരുടെ മൈൻഡ് അതിനെതിരെ ഒരു ഈഗോ ആയിട്ട് വർക്ക് ചെയ്യാണ്. നമ്മളെന്ത് പറയുന്നു അതിനെ അവർ മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മളൊരാളടുത്ത് നിങ്ങളെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറയുന്ന സംഭവമാണ് അത് സാധിക്കും എന്നുള്ളൊരു നിലയ്ക്ക് ആയി വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടിടത്ത് ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം.